ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയർ. മകളെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ചാപ്റ്ററിൽ നിങ്ങളുടെ ഓണപരീക്ഷയിൽ ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലാസ് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലായി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളാ, നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ മറക്കാണ്ട് തന്നെ ഇതൊക്കെ ചെയ്തോളാം. വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. വാ, ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ദേ ഇതാണ് ആ ചോദ്യം. നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തിൽ എ കോളം എന്ന് പറയുന്ന ഈ കോളത്തിൽ നിന്ന് ബി കോളം എന്ന് പറഞ്ഞ ആ കോളത്തിലേക്ക് മാച്ച് ചെയ്യാനാണ് ആ മാച്ചിങ് പോർഷൻ ഒന്ന് കണ്ടുപിടിക്കുക അല്ലെ. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്താ ക്വസ്റ്റ്യൻ? 13 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് 65. എന്താ പറയണത്? ഒരു സംഖ്യയോട് 13 കൂട്ടിയപ്പോൾ 65 എന്നാ പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു സംഖ്യയോട് 13 കൂട്ടിയപ്പോൾ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പം നമ്മൾ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പല രീതിയിൽ ചെയ്യുന്നുണ്ട്. മനക്കണക്കായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത ചെയ്യുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു സെക്ഷൻ മാത്രം എക്സ് വെച്ചിട്ടുള്ളൊരു സാധനം പഠിച്ച ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ആദ്യം എ പാർട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സംഖ്യയോട് 13 കൂട്ടിയപ്പോൾ 65 കിട്ടി എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? 13 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് 65. അപ്പൊ ആ സംഖ്യ ഏതായിട്ട് എടുക്കാം? നമ്പർ നമുക്ക് എ ക്വസ്റ്റ്യനിലെ നമ്പർ നമുക്ക് സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അല്ലെ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മനക്കണക്കായിട്ട് ചെയ്താൽ മതി എന്ന് എനിക്കറിയാം. എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അല്ലെ. എന്താ സംഭവം? ഏതൊരു സംഖ്യ, അതാണ് എക്സ് നമ്പർ, അതിനോട് 13 കൂട്ടിയപ്പോൾ 65. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? സംഖ്യയായ അല്ലെങ്കിൽ നമ്പറായ എക്സ്, നമുക്കറിയില്ല ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ആ എക്സിനോട് എന്ത് കൂട്ടണം? 13 കൂട്ടണം. എത്ര കൂട്ടണം? 13 ആഡ് ചെയ്യണം അല്ലെ. ആഡ് ചെയ്യാം. അപ്പൊ 13 ആഡ് ചെയ്യാന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? പ്ലസ് 13. അപ്പൊ എത്ര കിട്ടും? 65. ഗിവ്സ് 65 എന്ന് പറഞ്ഞ അപ്പുറത്ത് ചെയ്താം അല്ലെ. ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു ഐഡിയ പഠിച്ചു വെക്കുക. കാരണം സംഖ്യ ഏതാണെന്ന് നമുക്കറിയത്തില്ല. എക്സ് എടുത്തു. ശേഷം ചോദ്യം പറഞ്ഞെന്താ? 13 ആഡ് ടു ദാറ്റ് നമ്പർ. ഇതാണ് 13 ആഡ് ചെയ്തത്. കണ്ടോ നമ്പർ എക്സിനോട്? അപ്പൊ 65 കിട്ടി. അപ്പൊ എക്സ് പ്ലസ് 13 ദാറ്റ് ഇസ് ഈക്വൽ ടു 65. ഈ ഒരു ഡാറ്റ ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഈ പ്ലസ് 13 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും? -13 ആയിട്ട് മാറും. ഈക്വൽ സൈൻ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു 65 മൈനസ് 13. എക്സ് ഈക്വൽ ടു 65 13 പോയാൽ എത്രയാടാ? 52 ആയിരിക്കും. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 52. അപ്പൊ എങ്ങനെയാ നമ്മളെ 52 എവിടെയുള്ളത് നോക്കാല്ലേ നമുക്ക്. ഇതാ നമ്മുടെ 52. അപ്പൊ ഒന്നാമത്തെ കോളത്തിന് യോജിച്ചത് മൂന്നാമത്തതാണ്. അപ്പൊ ഒന്ന് വരച്ചു വെച്ചു. ഇനി നമുക്ക് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി രണ്ടാമത്തെ നോക്കാം. എന്താ സംഭവം നോക്കാം. 9 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ ഗീവ്സ് എന്താണ്? 81. അപ്പൊ നമ്പർ നമുക്ക് അറിയത്തില്ല അല്ലെ. സംഖ്യ അറിയാത്തത് കൊണ്ട് എക്സ് എടുത്തു. എന്താ പറയുന്നത് ഇവിടെ? 9 സബ്സ്ട്രാക്റ്റഡ് അല്ലെ. ആ നമ്പർ മലയാളം മീഡിയം ഉണ്ട്. ഒരു സംഖ്യയിൽ നിന്ന് 9 കുറയ്ക്കാൻ പറഞ്ഞേക്കണ്. എത്ര പറയുന്നത്? 9 കുറയ്ക്കാൻ പറയണേ. ആ സംഖ്യ ഏതാ നമ്മൾ എടുത്ത? എക്സ്. അപ്പൊ ആ എക്സിൽ നിന്ന് 9 കുറയ്ക്കണം. അപ്പൊ 9 കുറച്ചപ്പോ എത്ര കിട്ടും? 9 സബ്സ്ട്രാക്ട് ചെയ്താല് 81. സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു മൈനസ് അല്ലേ. പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. ഈക്വൽ സൈൻ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പൊ മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ. പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അത്രേ ഉള്ളൂ. അപ്പൊ -9 ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ടു. എന്നാലേ നമുക്ക് എക്സ് അവിടെ ഒറ്റയ്ക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു 81 അങ്ങോട്ട് പോകുമ്പോൾ +9 ആയിട്ട് മാറും. അപ്പൊ 81 9 കൂട്ടിയാൽ എത്രടാ? 90. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരം രണ്ടാമത്തതും കിട്ടി 90. അപ്പൊ 90 എവിടെയുള്ളത് നോക്കല നമുക്ക്. രണ്ടാമത്തേന് ഈക്വൽ ആയിട്ടുള്ളത് ലാസ്റ്റ് കോളം. റെഡിയാണോ? ഓക്കെ. അപ്പോൾ സംഖ്യ ഏതാണ് നമ്മൾ എക്സ് വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ആ തന്ന ആ സാധനം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുക ഇക്വേഷൻ. അതുപോലെ ഇതിനനുസരിച്ച് ഒരു സാധനം ഉണ്ടാക്കി വെക്കുക ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 90 9 കുറച്ചാൽ 81 കിട്ടുക എന്നല്ല. അങ്ങനെ ചിന്തിച്ചാലും മതി. അതുപോലെ
നമുക്ക് 52 13 കൂട്ടിയാലാണ് 65 കിട്ടുക എന്നുള്ളതല്ലേ. അങ്ങനെ ഐഡിയ ചിന്തിച്ചാലും മതി. അതാ സംഭവം. ഒരു ക്വസ്റ്റ്യനോട് ഉണ്ട്, 2 ക്വസ്റ്റ്യനോട് നോക്കാം. നമുക്ക് എന്താണ് 5 ടൈംസ് എ നമ്പർ ഈസ് 300. എന്താ പറയുന്നത്? ഇതാ ഞാൻ സി പാർട്ട് ഇവിടെ എഴുതുന്നുണ്ട്. 5 ടൈംസ്. അപ്പൊ ഇവിടെയും നമുക്ക് നമ്പർ തന്നെയാണ് മിസ്സിങ്, സംഖ്യ തന്നെയാണ് മിസ്സിങ്. അതായത് സംഖ്യ നമുക്ക് കാണണം. അപ്പൊ സംഖ്യ അറിയത്തില്ല, എക്സ് എടുത്തു. 5 ടൈംസ്, ഇവിടെ മലയാളത്തിൽ എന്താ 5 ടൈംസ് എന്ന് പറയുന്നത്? 5 മടങ്ങ് എന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ 5 മടങ്ങ്, 10 മടങ്ങ്, 100 മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എക്സിന്റെ ബാക്കിൽ എന്തിട്ട് കൊടുത്താൽ മതി? നിങ്ങൾക്ക് എത്ര മടങ്ങ്, എത്ര ടൈംസ് ആണോ വേണ്ടത് അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഇവിടെ 5 മടങ്ങ് എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ എക്സിന്റെ ബാക്കിൽ എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പൊ 5 മടങ്ങ് എക്സിന്റെ ബാക്കിൽ ഇട്ട് കൊടുത്ത 5 മടങ്ങ്. 5 മടങ്ങ് 5 ടൈംസ് എത്രയാന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ എത്ര പറയുന്നുണ്ട് നോക്ക്. 5 ടൈംസ് 300. അപ്പൊ 5 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഇട്ട് കൊടുക്കുക. 5 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 300. 5 മടങ്ങ് 300 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 5 മടങ്ങ് 300. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. സമത്തിന്റെ അപ്പുറത്തോട്ട് മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഇവിടെ മനസ്സിലാക്കി വെച്ചോ, ഇൻറ്റു 5 ആണ് അല്ലെ. ആ ഇൻറ്റു 5 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താകും? ഡിവൈഡ് ബൈ, ഹരിക്കണമാവും കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു 300/5 വരും. 300 എത്ര 5 ഉണ്ടടാ? 30 5 6. അപ്പൊ 300 എത്ര ഉണ്ട്? 60 അറിയാത്തവര് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും. നമ്മുടെ ഉത്തരം ഏതാണ്? ഇതാ നമ്മുടെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദാ ഇവിടെ ഫസ്റ്റിലേക്ക് നമുക്ക് ആര വരച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സംഭവം എന്താ? 5 ടൈംസ് എ നമ്പർ എന്നല്ലേ. 5ന്റെ എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ അല്ലേ, 60 മടങ്ങാണ് 300 കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കത് കിട്ടി. ഇനിയിപ്പം ഞാൻ വേണ്ട ആവശ്യമില്ലതാ. ഇനിയിപ്പോൾ ഇതിന് ഉത്തരം 400 ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതെങ്ങനെയാ കിട്ടുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ നമുക്കൊന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം എന്താണ്? ദ ഡി പാർട്ട് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 1/4 പോർഷൻ. ഒരു സംഖ്യ ഇവിടെയും നമുക്ക് സംഖ്യ ഏതാണ്? നമ്പർ തന്നെയാണ് മിസ്സിങ്, നമുക്ക് അറിയത്തില്ല. ആ സംഖ്യയുടെ 1/4 പോർഷൻ എന്നാ പറയുന്നത്. 1/4 പോർഷൻ. എന്താ 1/4 പോർഷൻ എന്ന് പറഞ്ഞാൽ? 1/4 ഭാഗം 1/4 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയോട് ഏതാണോ പോർഷൻ അത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പൊ 1/4 ആണ്, അതുകൊണ്ട് 1/4 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? എത്ര ഭാഗമാണെന്ന് പറയുന്നുണ്ട്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഇനി സിമ്പിളാ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ദാ ഈ 4 കണ്ടോ നിങ്ങൾ താഴത്തുള്ള ആ 4നെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് എക്സ് അവിടെ ഒറ്റയ്ക്ക് നിർത്തിയാൽ മതി കേട്ടോ. അപ്പൊ എക്സ് ഒറ്റയ്ക്ക് നിർത്താം. നോക്ക്, ഈ 4 ഹരിക്കണം 4 അല്ലേടാ. നോക്ക്, ദാ ഇവിടെ ഡിവൈഡഡ് ബൈ 4 അല്ലേ. ആ ഡിവൈഡ് ബൈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 4 ആവും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ആൻസർ 100 × 4. കാരണം ഡിവൈഡഡ് ബൈ, ഹരിക്കണം അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു 400. ദേ നമ്മുടെ ഉത്തരം. ഒരേ പൊളി സെറ്റ്. റെഡിയാണോ? അപ്പൊ റെഡി ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കള് ലൈക്ക് ചെയ്തേ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തോളാം, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് ചെറിയൊരു ക്ലാസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫീഡ്ബാക്കുകൾ ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞാനുമായിട്ട് വരും. അപ്പം അതുവരേക്കും ബൈ. അപ്പം മറക്കരുത് ലൈക്ക് ചെയ്യാൻ. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഫീഡ്ബാക്ക് ചെയ്താൽ മറക്കല്ലേ. ബൈ.